മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഏകദേശം പറഞ്ഞാൽ 1976 ജനുവരിക്കും 1977 മാർച്ചിനും ഇടക്കാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അക്കാലത്ത് ബോംബെയാണ് ഇതുപോലുള്ള കുപ്രസിദ്ധിക്ക് പേര് കേട്ടതെങ്കിലും കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പൂനെയിലാണ്. രാജേന്ദ്ര ജക്കൽ, ദിലീപ് സുത്തർ, ശാന്താറാം മനോജ്, മുനവീർ ഹരുൺ ഷാ ഇവർ 4 പേരുമാണ് പൂനെയെ വിറപ്പിച്ച ആ ക്രിമിനൽസ്. 4 പേരും പൂനെയിലെ തിലക് റോഡിലുള്ള അഭിനവ് മഹാവിദ്യാലയത്തിലെ കൊമേഴ്ഷ്യൽ ആർട്സ് വിദ്യാർത്ഥികളാണ്. ലോവർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന 4 പേർക്കും കോളേജിൽ അത്ര നല്ല പേരൊന്നുമല്ല ഉണ്ടായിരുന്നത്. ബൈക്ക് മോഷണം തുടങ്ങി അല്ലറ ചില്ലറ മോഷണങ്ങളാണ് ഇവരുടെ ജീവിതമാർഗം. പഠിത്തത്തിൽ നല്ല ഉറപ്പായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ കോളേജിൽ ഇവർക്ക് അത്ര നല്ല ഇമേജ് ഒന്നുമല്ല ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടത്തിലെ നേതാവായ ജക്കൽ അവരോട് ആ കാര്യം പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ പണം ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് അയാൾ അവരോട് പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ളവർ ചോദിക്കുന്നത്, ബോസ് ഇതൊക്കെ നടക്കുമോ എന്ന്. പക്ഷേ അയാൾ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ 1976 ജനുവരി 16 ഇവരുടെ ആദ്യത്തെ വലിയൊരു ക്രൈം കമ്മിറ്റിയായി ഇവർ തീരുമാനിക്കുകയാണ്. അതായത് പ്രകാശ് ഹെഗ്ഡെയെ തട്ടിക്കൊണ്ടുപോയത്. ഈ പ്രകാശ് ഹെഗ്ഡെയുടെ പിതാവിന് ഈ കോളേജിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രകാശ് ഹെഗ്ഡെയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ മറ്റൊരു സഹപാഠിയായ സുഭാഷ് ചന്ദക്കനെ ഇവർ കൂടെ കൂട്ടുന്നുണ്ട്. കോളേജിനടുത്ത് തന്നെ ഇവർക്കൊരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിൽ വെച്ചാണ് ഇവർ മദ്യപിക്കുകയും പുകവലിക്കുകയും തുടങ്ങി ഇവരുടെ എല്ലാ കലാപരിപാടികളും ഇവർ ചെയ്തിരുന്നത് ആ ഷെഡിൽ വെച്ചാണ്. അങ്ങനെ ആ ഷെഡിലേക്ക് പ്രകാശിനെ തന്ത്രപൂർവ്വം കൊണ്ടുവരാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ പ്രകാശിനോട് പറയുകയാണ്, പ്രകാശ്, ഞങ്ങൾ ഈ ഉഴപ്പൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഇനി പഠിക്കാൻ തുടങ്ങണം. അതിന് നിൻ്റെ ഒരു സഹായം വേണം. നീ ഞങ്ങൾക്ക് നോട്ടൊക്കെ തരുമോ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യാമോ? നീ ആ ഷെഡിൽ വന്നിട്ട് ഞങ്ങളെ ഒന്ന് പഠിത്തത്തെ സഹായിക്കുമെന്ന് തന്ത്രപൂർവ്വം പ്രകാശിനോട് ചോദിച്ചിട്ട് പ്രകാശിനെ ആ ഷെഡിലേക്ക് കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഷെഡിലെത്തിയപാടെ ഇവരുടെ മട്ട് മാറുന്നത് പ്രകാശ് ശ്രദ്ധിക്കുന്നുണ്ട്. അല്പനേരത്തിന് ശേഷം പ്രകാശിനെ ഇവർ മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പ്രകാശിനോട് പറയുകയാണ് അവൻ്റെ പിതാവിന് വേണ്ടി ഒരു കത്ത് എഴുതാൻ. അതായത് താൻ നാട് വിടുകയാണെന്നും തനിക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എന്നും കത്തെഴുതാൻ വേണ്ടിയിട്ട് അവർ പ്രകാശിനെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ മർദ്ദിച്ച് അവശനാക്കിയതിന് ശേഷം ഈ ഷെഡിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാർക്കിലെത്തിയവിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജക്കൽ തൻ്റെ കീശയിൽ നിന്ന് ഒരു നീല നൈലോൺ വയർ പുറത്തെടുക്കുകയാണ് ചെയ്തത്. ആ നീല നൈലോൺ വയർ ആ പ്രകാശിൻ്റെ കഴുത്തിൽ കുരുക്കി അവനെ കൊല്ലുകയും ചെയ്തു. കണ്ടു നിന്നവരെല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് സുഹാസ് അവനോട് ആ ചോദ്യം ചോദിക്കുന്നത്, പ്രകാശ് നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് പ്രകാശ് സുഹാസിനോട് പറയുകയാണ്, ഇതുപോലൊരു നീല നൈലോൺ കയർ നിൻ്റെ കഴുത്തിൽ കുരുക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല എന്ന്. അങ്ങനെ ഭയന്ന സുഹാസ് പിന്നീട് ഒരിക്കലും ഇവരോട് അധികം അടുക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ പ്രകാശിൻ്റെ മൃതദേഹം അവർ ആ പാർക്കിനടുത്തുള്ള ഒരു പുഴയിൽ കെട്ടിത്താക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്പ ദിവസത്തിന് ശേഷം പ്രകാശിൻ്റെ ആ കത്ത് അവൻ്റെ പിതാവിന് കൈവശം ലഭിക്കുന്നുണ്ട്. ഈ കത്ത് ലഭിച്ചപാടെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തപാടെ ഇയാൾ പോലീസുകാരോട് പറയുകയാണ് തൻ്റെ മകൻ്റെ മിസ്സിംഗ് കേസിൽ തനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ ആ കത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് സ്വന്തം പ്രകാശ് എന്നാണ്. തനിക്ക് എഴുതുന്ന കത്തിൽ തൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ എഴുതില്ല എന്നും അയാൾ ഉറച്ച് പറയുകയാണ്. കാരണം ഈ പ്രകാശിനെ വീട്ടിൽ വിളിക്കുന്നത് ദേവദാസ് എന്നാണ്. ഇതുപോലെ മുമ്പ് കത്ത് എഴുതിയപ്പോഴെല്ലാം അയാൾ സ്വന്തം ദേവദാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകൻ ഒരിക്കലും സ്വന്തം പ്രകാശ് എന്ന് പറഞ്ഞ് കത്ത് എഴുതില്ല എന്ന് അയാൾ പോലീസ് സ്റ്റേഷനിൽ ഉറച്ച് പറയുകയാണ്. അങ്ങനെ പോലീസ് മിസ്സിംഗ് കേസെല്ലാം അവിടെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലൊന്നും ഇവർക്ക് തെളിവ് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഈ കേസ് മെല്ലെ മെല്ലെ ഇഴഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പ്രതികൾ അടുത്ത മോഷണം പദ്ധതിയിടുകയാണ്. ഇത്തവണ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കോലാപ്പൂരിലുള്ള ഒരു ലോക്കൽ ബിസിനസ്മാനെ. അങ്ങനെ രാത്രി വീടിൻ്റെ ജനാലയൊക്കെ പൊളിച്ച് അവരകത്ത് കയറി പുള്ളിയുടെ റൂമിലെത്തി. പെട്ടെന്നാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളിയുടെ തോക്കെടുത്ത് അവരെ വെടിവെക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇവർ കഷ്ടിച്ച് അവിടുന്ന് ജീവനം കൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു പ്രത്യാക്രമണം അവർ സ്വപ്നത്തെ പോലും വിചാരിച്ച് കാണില്ല. അങ്ങനെ അവിടുന്ന് എങ്ങനെയൊക്കെയോ ഓടി അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പ്രതികളുടെ കൈവശമുള്ള പണമാണെങ്കിൽ കുറഞ്ഞു വരികയാണ്. ആ ബിസിനസ്മാൻ്റെ വീട്ടിൽ കയറുന്നതാണെങ്കിൽ പാളിപ്പോവുകയും ചെയ്തു. അങ്ങനെ ജക്കൽ അവരുടെ അടുത്ത ടാർഗറ്റിനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തവണ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് വിജയനഗർ കോളനിയിലുള്ള ഒരു ജോഷിയുടെ വീടാണ്. ആൾ അത്യാവശ്യം കാശുകാരനാണ്. ആളുടെ വീട്ടിൽ താമസിക്കുന്നത് ജോഷിയും പിന്നെ ജോഷിയുടെ ഭാര്യയായ ഉഷയുമാണ് എന്നാണ് ജക്കൽ കണ്ടുപിടിച്ചത്.
അങ്ങനെ കൃത്യം പറഞ്ഞാൽ 1976 ഒക്ടോബർ 31 ജോഷിയുടെ വീടിൻ്റെ ബെല്ലടിക്കുകയാണ് ചെയ്യുന്നത് പ്രതികൾ. അങ്ങനെ ബെല്ലടിച്ചപാടെ വീടിൻ്റെ കതക് തുറക്കാൻ വരുന്നത് ജോഷി തന്നെയാണ്. അങ്ങനെ കതക് തുറന്ന ഉടനെ ജോഷിയെ പ്രതികൾ ബന്ദിയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബന്ദിയാക്കിയ ജോഷിയെ വീടിനകത്തേക്ക് കൊണ്ടുപോയി. ശേഷം ഉഷയെ കണ്ടപാടെ ഉഷയെയും ബന്ദിയാക്കി. എന്നിട്ട് പ്രതികൾ ഇവിടെയുള്ള സ്വർണവും പണവും ഒക്കെ എവിടെയാണെന്ന് കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവരെ നിരാശരായിക്കൊണ്ട് ജോഷിയെ കാര്യം പറഞ്ഞു. അതായത് തങ്ങളുടെ പണവും സ്വർണവും ഒക്കെ തങ്ങൾ ബാങ്കിലാണ് സൂക്ഷിക്കുന്നത് എന്ന്. പക്ഷേ പ്രതികൾ അവിടുന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തു. ശേഷം ഉഷയുടെ താലിമാല പൊട്ടിക്കുകയും ചെയ്തു. പിന്നീട് ജക്കൽ തൻ്റെ കീശയിലുള്ള ആ നീല നൈലോൺ വയർ എടുത്തിട്ട് ഇരുവരുടെയും കഴുത്തിൽ കുരുക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വീടിൻ്റെ ബെല്ലടി ശബ്ദം വീണ്ടും മുഴങ്ങുകയാണ്. അങ്ങനെ പ്രതികൾ പതിയെ ഡോറിനടുത്ത് പോയി ഡോറ് തുറന്നു നോക്കുകയാണ്. അത് മറ്റാരുമല്ലായിരുന്നു, അവരുടെ കൊച്ചുമകനായ ആനന്ദ് ജോഷിയായിരുന്നു. അങ്ങനെ ആനന്ദ് ജോഷിയെയും ബന്ദിയാക്കി അവർ അകത്തേക്ക് കയറ്റുകയാണ്. അപ്പോഴാണ് ആനന്ദ് ജോഷി അവിടെ കാണുന്നത് ജോഷിയും ഉഷയും ഒക്കെ ഇവർ കഴുത്തിനിരിച്ച് കൊന്നത്. അങ്ങനെ കൂട്ടത്തിലെ നേതാവായ ജക്കൽ ആനന്ദിനോട് പറയുകയാണ് അവൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചു വെക്കാൻ വേണ്ടി. അങ്ങനെ പൂർണ്ണനഗ്നനായ ഈ ആനന്ദിനെ ജക്കൽ തൻ്റെ നീല നൈലോൺ കയർ ഉപയോഗിച്ച് വീണ്ടും കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊന്നപാടെ ഈ പ്രതികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട് നിറച്ചും സ്പ്രേ അടിക്കുകയാണ്. ഇതുവഴി പോലീസ് നായകൾക്ക് തങ്ങളെ ഒരിക്കലും ട്രാക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പ്രതികൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പ്രതികൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ പണം കൊണ്ട് പ്രതികൾ ദൂർത്തടിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ നീല നൈലോൺ കയർ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നതിൽ ഈ പ്രതികൾ പ്രത്യേക ഒരു സുഖം കണ്ടെത്തി തുടങ്ങിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവരൊരു സൈക്കോപാത്തായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി. അങ്ങനെ ജോഷിയുടെ കേസ് പോലീസ് കാര്യമായി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പ്രതികളിലേക്ക് എത്തേണ്ട ഒരു കൃത്യമായ തെളിവൊന്നും പോലീസിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃത്യം പറഞ്ഞാൽ 1976 നവംബർ 22 യശോമതി ബഫാന എന്നൊരു യുവതി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അതായത് ഇന്നലെ തൻ്റെ വീട്ടിൽ ഒരു സംഘം ആൾക്കാർ ആക്രമിക്കാനോ അതോ മോഷ്ടിക്കാനോ കയറിയെന്നു അവരെ തൻ്റെ കാവൽക്കാർ വിരട്ടി ഓടിച്ചു എന്നാണ് ഈ യുവതി കൊടുക്കുന്ന പരാതി. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു മൊഴി കൂടി ഈ യുവതി കൊടുക്കുന്നുണ്ട്. അതായത് കൂട്ടത്തിലുള്ള എല്ലാവരും ഒരാളെ ബോസ് എന്ന് വിളിക്കുന്നുണ്ട് എന്നാണ് ഈ യുവതി പോലീസിന് കൊടുത്ത മറ്റൊരു മൊഴി. അങ്ങനെ പോലീസ് FIR ഒക്കെ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതിലും കാര്യമായൊരു തെളിവ് പോലീസിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പ്രതികൾ അടുത്ത മോഷണം പദ്ധതിയിരിക്കുകയാണ്. ഇത്തവണ അവരെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സ്മൃതി ബംഗ്ലാവാണ്. സ്മൃതി ബംഗ്ലാവിൽ താമസിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ കാശിനാഥ ശാസ്ത്രി അഭയങ്കറും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിരുന്നു. അങ്ങനെ കൃത്യം പറഞ്ഞാൽ 1976 ഡിസംബർ 1 ഏകദേശം 8 മണിയോടെ പ്രതികൾ സ്മൃതി ബംഗ്ലാവിൻ്റെ ബെല്ലടിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം വീട്ടിലുണ്ടായിരുന്നത് സംസ്കൃത പണ്ഡിതനായ കാശിനാഥ ശാസ്ത്രി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ, കൊച്ചുമകൻ ധനഞ്ജയ്, കൊച്ചുമകൾ ജൂയി, കൂടാതെ വീട്ടുജോലിക്കാരിയായ സക്കുബായ് എന്നിവരാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ബെല്ലിൻ്റെ ശബ്ദം കേട്ടവിടെ ഡോറ് തുറക്കാൻ പോകുന്നത് കൊച്ചുമകനായ ധനഞ്ജയാണ്. ധനഞ്ജയ് ഡോറ് തുറന്നപാടെ അവനെ പ്രതികൾ ഉടൻ തന്നെ ബന്ദിയാക്കുകയാണ് ഉണ്ടായത്. ശേഷം അവനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് വീട്ടിലെ ബാക്കിയുള്ളവരെയൊക്കെ അവർ ബന്ദിയാക്കി. ശേഷം നേതാവായ ജക്കൽ ജൂയിയോട് അവളുടെ വസ്ത്രമൊക്കെ അഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവളോട് വീട്ടിലെ സ്വർണവും പണവും ഒക്കെ എവിടെയാണ് വെച്ചതെന്ന് കാണിക്കുവാനും ആവശ്യപ്പെട്ടു. ആ സമയം വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു, തങ്ങളെ വെറുതെ വിടണം, തങ്ങളുടെ സ്വർണവും പണവും ഒക്കെ എടുത്തോളൂ, തങ്ങളെ വെറുതെ വിടണമെന്ന്. ഇതൊന്നും ആ പ്രതികൾ മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പ്രതികൾ ആ വീട്ടിലെ പണവും സ്വർണവും ഒക്കെ എടുത്ത ശേഷം ആ നീല നൈലോൺ കയർ ഉപയോഗിച്ച് എല്ലാവരെയും കഴുത്തിൽ കുരുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ ദിവസം അങ്ങനെ പ്രതികൾ 5 കൊലപാതകങ്ങൾ ചെയ്തിട്ട് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ കാശിനാഥ ശാസ്ത്രിയുടെ മകനും മകൻ്റെ ഭാര്യയുമാണ് ഈ മരണവിവരം പോലീസിനെ അറിയിക്കുന്നത്. ശേഷം പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഉടൻ തന്നെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ കണ്ണിൽ ആ ഒരു പാറ്റേൺ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് മുൻപ് ഉഷാ ദമ്പതികളുടെ വീട്ടിൽ നടന്ന അതേ കൊലപാതകത്തിൻ്റെ പാറ്റേൺ. അതായത് ആ നീല നൈലോൺ വയറും കൂട്ടത്തിൽ ഒരാൾ നഗ്നയാക്കപ്പെട്ടിട്ടും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 കൊലപാതകങ്ങൾ തമ്മിലും ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃത്യം 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രതികൾ അടുത്ത മോഷണ പദ്ധതിയിലെത്തി. ഇത്തവണ അവർ ടാർഗറ്റ് ചെയ്തത് അവരുടെ സഹപാഠിയായ ജയന്ത് ഗോഖലെയുടെ സഹോദരൻ അനിൽ ഗോഖലെയാണ്. അനിലും ഇവരുടെ ഇതേ കോളേജിൽ തന്നെ പഠിക്കുന്നത്. അങ്ങനെ കൃത്യം പറഞ്ഞാൽ 1977 മാർച്ച് 23
ജഗൻ അനിലിനെ ഭദ്രപൂർവ്വം അവരുടെ ഷെഡിലെത്തിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവരുടെ കൈവശമുള്ള പ്രാവൊക്കെ അടിച്ചു മാറ്റി ആ നീല നൈലോക്കാർ ഉപയോഗിച്ച് അവനെ കുരുക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. ശേഷം 4 പേരും കൂടി ആ മൃതശരീരത്തിൽ കല്ല് കെട്ടി അടുത്തുള്ള ഒരു പുഴയിൽ താങ്ങുകയാണ്. ഈ മൃതശരീരം ഒരിക്കലും പൊങ്ങില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ അവരുടെ കണക്കുകൂട്ട് തെറ്റിച്ചുകൊണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം ആ മൃതദേഹം കരക്കടിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും ആ സ്ഥലത്തെത്തി. ആ സമയം പോലീസ് ഉണ്ടായിരുന്നത് പൂനെയിലെ തന്നെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ പുലേക്കർ സംഘവുമാണ്. പുലേക്കർ ആ മൃതദേഹം ആകെ പരിശോധിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ ആ നീല നൈലോൺ ഫയർ പെടുന്നത്. ശേഷം ആ പോക്കറ്റിൽ നിന്ന് ആ കോളേജ് ID കാർഡ് കൂടി അയാൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ കോളേജിലെത്തുകയാണ്. എന്നിട്ട് അനിലിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസിന് ഈ അനിലിനെ തലേ ദിവസം ജക്കലിൻ്റെ കൂടെ കണ്ടതായി മൊഴി ലഭിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ജക്കലിനെയും 3 കൂട്ടുകാരെയും സ്റ്റേഷനിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവരെ 3 പേരെയും സ്റ്റേഷനിലെത്തിയപാടെ പോലീസ് വെവ്വേറെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പരിപാടി എന്തൊക്കെയാണ്, ആ മരണത്തിന് തലേ ദിവസം ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഇവരുടെ 4 പേരുടെ മൊഴിയിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരിലേക്ക് പോലീസിന് ഒരു നല്ല സംശയം ഉളവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹുലൈക്കർ ജക്കലിൻ്റെ അടുത്ത് തന്ത്രപൂർവ്വം ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഹുലൈക്കർ ജക്കലിൻ്റെ അടുത്തെത്തി അവനൊരു സിഗരറ്റ് ഓഫർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, താൻ ഈ കൊലപാതകങ്ങളൊക്കെ കാരണം ആകെ ബുദ്ധിമുട്ടിയെന്നും എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല എന്നും ജക്കലിനോട് ഹുലൈക്കർ പറഞ്ഞു. എന്നിട്ട് ഈ കൊലപാതകങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ജക്കലിനുണ്ടെങ്കിൽ തന്നോട് പറയണമെന്നും ഹുലൈക്കർ പറഞ്ഞു. ആ സമയം ജക്കലിന് ഒരു വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. ആ ഓവർ കോൺഫിഡൻസിൽ നിന്നും ജക്കൽ ഹുലൈക്കറോട് ഒരു കാര്യം പറയുകയാണ്. തനിക്ക് ഈ അനിലിൻ്റെ മരണവും ആ പ്രകാശിൻ്റെ മരണവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് തോന്നുന്നു എന്ന് ജക്കൽ ഹുലൈക്കറോട് പറയുകയാണ്. ഇത് കേട്ടവിടെ ഹുലൈക്കർ ആകെ ഞെട്ടി. കാരണം പ്രകാശിൻ്റെ മരണം, അതായത് ഇവർ ആദ്യം കൊന്ന പ്രകാശിനെ പോലീസ് അന്വേഷിക്കുന്നത് വെറും ഒരു മിസ്സിംഗ് കേസ് മാത്രമായിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ പ്രകാശ് കൊല്ലപ്പെട്ടു എന്ന വിവരം എങ്ങനെ ജക്കലിന് അറിയാമെന്നാലോചിച്ച് ഹുലൈക്കർ ആകെ ഞെട്ടി. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരെ നിരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. അതായത് ഇവരെ കോളേജിൽ പോലും വേഷന്മാരെ നിരീക്ഷിക്കുവാൻ വേണ്ടി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം കോളേജ് ഗേറ്റിനടുത്ത് വെച്ച് ഇവരൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെ വെച്ച് കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ്, അതൊക്കെ ബോസ് നോക്കിക്കോളുമെന്ന്. ആ ഒരു വരി, അതൊക്കെ ബോസ് നോക്കിക്കോളും എന്നുള്ള ആ ഒരു വരി അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സ്റ്റേഷനിലുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് ആ കാര്യം ഓർമ്മ വരുന്നത്. അതായത് താൻ ഈ വരി മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യവും ഓർമ്മ വരുന്നുണ്ട്. അതായത് മുൻപ് പരാതി പറയാമെന്ന യശോമതി ബൊഫാന എന്ന യുവതിയാണ് ഈ മൊഴി കൊടുത്തത്. തൻ്റെ വീട്ടിൽ ആരൊക്കെയോ ആക്രമിക്കാൻ വന്നു എന്നും കൂട്ടത്തിലുള്ള എല്ലാവരും ഒരാളെ ബോസ് ബോസ് എന്ന് വിളിക്കുന്നുണ്ട് എന്നായിരുന്നു ആ മൊഴി. ഉടൻ തന്നെ പോലീസ് ആ കേസ് ഡയറി ഒന്നുകൂടെ നോക്കുന്നുണ്ടായിരുന്നു. ശേഷം ഇവരുടെ കോളേജിലേക്ക് എത്തുകയാണ് പോലീസ്. അങ്ങനെ കോളേജിലെത്തിയ പോലീസ് ഇവരെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ആർക്കും അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഉണ്ടായിരുന്നത്. അങ്ങനെ സംശയാസ്പദമായി കണ്ട ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി. അത് മറ്റാരുമല്ലായിരുന്നു, അത് സുഹാസ് ചന്ദക്കായിരുന്നു. മുൻപ് പ്രകാശന ഇവരുടെ ഷെഡിലെത്തിക്കാൻ സഹായിച്ച അതേ സുഹാസ് ചന്ദക്. സുഹാസ് ചന്ദക്ക് ഭയന്ന് ഇവരുടെ എല്ലാ കൊലപാതക വിവരങ്ങളും പോലീസുമായി പങ്കുവച്ചു. അത് ഒരു ദിവസം ജക്കൽ മദ്യപിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിയ എല്ലാ കൊലപാതക വിവരവും ഈ സുഹാസിനോട് പറഞ്ഞിരുന്നു. ആ വിവരം ഈ സുഹാസ് എല്ലാം പോലീസിനോട് പറയുകയുണ്ടായി. അങ്ങനെ ആ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അന്വേഷണത്തിന് ശേഷം ഇവരെ കീഴ്ക്കോടതിയിൽ ഹാജരാക്കിയെങ്കിലും അവിടെ നിന്ന് ഇവർക്ക് തൂക്കുകയറാണ് ലഭിച്ചത്. പിന്നീട് അപ്പീലുമായി സുപ്രീം കോടതി വരെ പോയെങ്കിലും അവിടെ നിന്നും ഇവർക്ക് തൂക്കുകയർ തന്നെയാണ് ലഭിച്ചത്. ശേഷം പ്രസിഡന്റിന് ദയാഹർജി നൽകുകയെങ്കിലും അത് തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ 1983 നവംബർ 27 പൂനെയെ വിറപ്പിച്ച ആ 4 ക്രിമിനൽസിനെയും ഒരുമിച്ച് തൂക്കിലേറ്റുകയാണ് ചെയ്തത്.